കെ.എസ്.ആർ.ടി.സി ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. പത്തനാപുരം കടക്കാമണ്ണിലായിരുന്നു അപകടം. ബൈക്ക് യാത്രികനായ കോന്നി സ്വദേശിയാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. ബസിലെ ഡ്രൈവറെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനാപുരത്താണ് കെ.എസ്.ആർ.ടി.സി ബസും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചത്. ബൈക്ക് യാത്രികനായ കോന്നി കുമ്മണ്ണൂർ നെടിയക്കാരായിൽ 50-കാരനായ മുഹമ്മദ് ഇസ്മയിലാണ് മരിച്ചത്. കെ.എസ്.ആർ.ടി.സി സൂപ്പർ ഡീലക്സ് ബസും സ്കൂട്ടറും പത്തനാപുരത്ത് സമീപം കടക്കാമണ്ണിലെ കൊടും വളവിലാണ് അപകടത്തിൽപ്പെട്ടത്. കെ.എസ്.ആർ.ടി.സി ബസ് മലയിൽ തെന്നി മാറിയതാണ് അപകട കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ബസിലെ ഡ്രൈവർ റോഡിലേക്ക് തെറിച്ചു വീണു. ഡ്രൈവറെ പരിക്കലോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട 2 വാഹനങ്ങളും പത്തനാപുരം ഭാഗത്ത് നിന്ന് പുനലൂരിലേക്ക് ഒരേ ദിശയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നിയന്ത്രണം വിട്ട ബസിന്റെ പിന്നിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അങ്ങോട്ട് പോയ വണ്ടിയാണ്. ഞാൻ പത്തനാപുരത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുവാ. ഭയങ്കര സൗണ്ട് കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. അങ്ങോട്ട് പോയ ബസ്സായി തിരിഞ്ഞു കിടക്കുന്നത്. എന്താണെന്നറിയത്തില്ല. പക്ഷെ 108 വിളിച്ചാൽ പുന്നൂരിലേക്ക് വിട്ടിട്ടുണ്ട്. ആരാ എത്തുമെന്നൊന്നും അറിയത്തില്ല. ബസ്സിന്റെ ഡ്രൈവർക്ക് പരിക്കൊണ്ട് അദ്ദേഹത്തെ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കൽപ്പറ്റയിൽ നിന്നും പുനലൂരിലേക്ക് പോവുകയായിരുന്നു കെ.എസ്.ആർ.ടി.സി സൂപ്പർ ഡീലക്സ് ബസ്. സംഭവത്തിൽ പത്തനാപുരം പോലീസ് കേസെടുത്തു. കോന്നിയിലെ INTUC തൊഴിലാളി യൂണിയൻ പ്രവർത്തകനാണ് അപകടത്തിൽ മരിച്ച മുഹമ്മദ് ഇസ്മയിൽ. അപകടം നടന്ന കടക്കാമൺ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.